I see my hero in you. I see a hero in you. You're my hero. Yeah, yeah, yeah. നീലാ നീലാ മിഴിയേ, നീളാ നീളാ മൊഴിയേ, ഒളിയമ്പിനെയ്യരുതേ ഇനി എൻ്റെ സുന്ദരി. നീലാ നീലാ മിഴിയേ, നീളാ നീളാ മൊഴിയേ, നീലാ നീലാ മിഴിയേ, നീളാ നീളാ മൊഴിയേ, ഒളിയമ്പിനെയ്യരുതേ ഇനി എൻ്റെ സുന്ദരി. I see a hero in you. I see my hero in you. I see a hero in you. You're my hero. Yeah, yeah, yeah. കണ്ണാടിക്കടമിഴി മുന്നിൽ പൊന്നണിഞ്ഞ തിരിനീയോ, മായല്ലേ മായല്ലേ, കളിവാക്കിൻ മുനയുടെ നാവിൽ മുള്ളു തന്നെ എന്നാലും തേനായി നീ തേനായി നീ, പറയില്ലേ എൻ്റെ കാതിൽ പതിയെ നീ, ഞാനല്ലേ ഞാനല്ലേ നിന്മാരൻ നറുനീലാ നീലാ മിഴിയേ, നീളാ നീളാ മൊഴിയേ, ഒളിയമ്പിനെയ്യരുതേ ഇനി എൻ്റെ ജന്മസഖിയേ. ആത്മാവിൻ തളികയിലെന്നും നല്ല പാതി മലരാവാൻ വന്നു നീ വന്നു നീ, മഴമേഘത്തലമുടിയോടെ എന്നെയൊന്നു പുണരാനായി നിന്നു നീ നിന്നു നീ, നിറമാടും അറിവില്ലേ അരികിലായി, നീയല്ലേ നീയല്ലേ മായാതെ ഇളനീലാ നീലാ മിഴിയേ, നീളാ നീളാ മൊഴിയേ, നീളാ നീളാ മിഴിയേ, നീളാ നീളാ മൊഴിയേ, ഒളിയമ്പിനെയ്യരുതേ ഇനി എൻ്റെ ജന്മ സഖിയേ. Nice. Very good. കൊള്ളാം.
ഗോവിന്ദ്, പറു. ഓ എന്ത് റൊമാൻറ്റിക് പെർഫോമൻസ് ആയിരുന്നു ഗോവിന്ദേ. സൂപ്പർ. ആ ബലൂണൊക്കെ ഇങ്ങനെ വീണതും പിന്നെന്താ ഹൃദയം പൊട്ടിയെങ്കിലും എന്താ ഞങ്ങൾ അവിടുന്ന് ഹൃദയം പൊക്കിയില്ലേ? അതെ അതെ. ഹാപ്പി അല്ലേ നീ? അത് മതി. ചോദിക്കാം. ചേച്ചി. ഗോവിന്ദ് ചേച്ചി കാസനോവ. എന്ത് രസമായിരുന്നു കാണാന്നറിയോ? മൊത്തം സെറ്റും ആ ബീച്ച് സൈഡിൽ ഇരുന്ന് പാടിയതും ആ ആർട്ട് ചെയ്തതും എല്ലാം ഫാന്റാസ്റ്റിക്. ആ ബലൂൺസ് അതിന്റെ ഇടയിൽ വന്ന് വീണതും ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടുത്തെ ഗ്രാഫിക്സുകാരും ആർട്ടുകാരൊക്കെ കൂടി മഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ഭയങ്കര റൊമാൻസ് ക്രിയേറ്റ് ചെയ്ത് ബലൂൺസ് ഒക്കെ ഇട്ട് ഫാന്റാസ്റ്റിക് ആക്കി. നല്ല സ്റ്റൈലായിട്ടുണ്ട് കാണാൻ. അറിയാം, സ്റ്റൈലായിട്ട് ഡ്രസ് ചെയ്യാൻ അറിയാലോ അല്ലേ? അതിനൊരു ഉദ്ദേശം കൂടി ഉണ്ടല്ലോ. ഇല്ല, അവന് നാണം വരുന്നു ചേച്ചി. അതെന്താ അങ്ങനെ നാണിക്കുന്നത്? നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സ്റ്റൈൽ പെർഫോമൻസ് ആയിരുന്നു. നീ ആർക്കെങ്കിലും കത്ത് കൊടുക്കണ്ടോ? ഇല്ല, നിർത്തിയോ? ഗുരുവായൂരമ്പല നട കേട്ടപ്പോ നിർത്തില്ല. വാട്സാപ്പ് എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞു കേട്ടോ, ഒരാൾക്ക് കൊടുക്കണം. ആണോ? ഗോവിന്ദോ? ഗുരുവായൂരമ്പല നടയിൽ അല്ല അതല്ലായിരിക്കും. ഇവിടെ കണ്ടസ്റ്റന്റ് ആണോ ചേട്ടാ? നോ, പറയില്ല. പറയൂ സർ. വേണ്ട സാർ. അതെന്താടാ അറിയണ്ടേ? രഹസ്യമായിട്ടിരിക്കട്ടെ. എന്നാലും ഞാൻ പറയും, എനിക്ക് ഇരിക്കത്തില്ല മനസ്സിൽ. സർ പറ. എനിക്ക് ഇങ്ങനെ രഹസ്യം വെച്ച ഇക്കിള് വരും. മഞ്ചരി തന്നെ. You wasted your time. അണ്ണാച്ചിക്ക് അറിയാം. പിന്നെ എനിക്ക് ഈ പാട്ട് ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് മെലഡിയാണ്. ആ സെലക്ഷന് വലിയൊരു കയ്യടി. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. മോനെ ഡീറ്റെയിൽസ് പറയൂ പാട്ടിന്റെ. മൂവി ടൂർണമെന്റ്. യെസ്. ലിറിക്സ് വയലാർ ശരത്ചന്ദ്രവർമ്മ സാർ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദേവ് സാർ, പാടിയിരിക്കുന്നത് കാർത്തിക് സാർ, അതുപോലെ വെസ്റ്റേൺ പോർഷൻ പാടിയിരിക്കുന്നത് മേഘ എന്ന് പറഞ്ഞ സിംഗർ. എന്തായാലും പാട്ട് മനോഹരമായിട്ടുള്ള ഒരു ഫീലില് പാടാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഇല്ല എന്ന് പറയില്ല, ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഗോവിന്ദന്റെ വോയിസ് വളരെ ഒരു ഉള്ളിൽ തുളുമ്പുന്ന പ്രണയം ആ വോയിസിലുണ്ട്. കുറച്ചുകൂടി നമുക്കത് പുറത്ത് കൊണ്ടുവരാം. ഓക്കെ, നന്നായി പാടി. നല്ല കൈഡ് കൊടുക്കൂ. താങ്ക് യു ചേച്ചി. ശരത് സർ. എടാ ചക്കര, തുടക്കം മുതൽ കാര്യം ഇതൊക്കെ ഈ നില ഒക്കെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം നീ ഇനി എന്നെ വിളിച്ച് രാത്രി വന്ന് 1 കോടി രൂപ തന്നാലും കിട്ടത്തില്ല. അത് ചേരുമ്പോൾ ഉള്ള ഒരു സുഖം ഒരിക്കലും കിട്ടത്തില്ല. അതായിരുന്നു മിസ്സായത്. ശ്രുതി അത് അവിടെ ഇവിടെ. പിന്നെ ആക്ടൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതൊന്നും എന്തിനാ തവളക്കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കണം? നീ പൂന്തങ്ങ് വിളയാടുന്ന ഒരു ഏരിയ ആണിത്. പിന്നെ ഒരു കോറസുകാരും അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ലൊരു പാട്ട്, നല്ല രസമുള്ള ഒരു ഹൈലി റൊമാൻറ്റിക് പാട്ട് നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്ത. പക്ഷേ ഈ ശ്രുതി എന്നുള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. താങ്ക് യു സർ. ഇനി നമുക്ക് ടോൺ ഫാനിനോട് ചോദിച്ചു നോക്കാം. ഷാനിക. ഗോവിന്ദ്, ഷാനിക രസമുണ്ടായിരുന്നു. അതായത് മൊത്തത്തിലൊരു റെഡ് മയം. പിന്നെ ഈ പറഞ്ഞ പോലെ ശ്രുതി, എസ്പെഷ്യലി ഫസ്റ്റ് ആ ഒരു ഗിറ്റാറിൻ്റെ ആ ഒരു സ്ട്രമ്മ് തൊട്ട് അതിൽ നിന്നില്ല ഗോവിന്ദൻ. പിന്നെ പോകെ അവസാനമൊക്കെ ആയപ്പോഴേക്കും ആ ഒരു എനിക്കൊന്ന് ഒരു ആക്ടിൻ്റെ ബലത്തിലായിരിക്കാം കുറച്ചുകൂടെ നമുക്കത് അപ്പീലിംഗ് ആയിട്ട് തോന്നി. പക്ഷെ കുറേ ശ്രുതി പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തു. കുറേ ഭാഗങ്ങളൊക്കെ ആ ഒരു ചാമിൽ നിന്നിട്ടുണ്ട്. ഗോവിന്ദൻ ആ ഒരു ചാമുണ്ട്. ഇങ്ങനത്തെ ഒരു റൊമാൻറ്റിക് സോങ് പുൾ ഓഫ് ചെയ്യാനുള്ള ഒരു ചാമുണ്ട്. ശ്രുതി മാത്രം ഒന്ന് ശ്രദ്ധിക്കാം നെക്സ്റ്റ് ടൈം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. എംജി സർ. മക്കളെ, ഇത്രയും നേരം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ശ്രുതി. അതാണ് ബേസ്. ഞാൻ വന്നപ്പോൾ തൊട്ട് പറയുന്നൊരു കാര്യമാണ് ശ്രുതി. ഈ പാട്ട് വലിയ ഇഷ്ടമാണ്. ദീപക് ദേവിൻ്റെ ഈ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ പ്രേമം മനസ്സിലില്ലാത്തവർക്ക് പോലും കുത്തിക്കയറ്റുന്നൊരു പാട്ടാണ്. എങ്ങനെങ്കിലും സ്നേഹിപ്പിക്കുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്.
ഇത് നല്ല നിലാവുള്ള രാത്രിയിലൊക്കെ ഇങ്ങനെ നമ്മൾ കടപ്പുറത്തൊക്കെ കിടന്ന് ഇങ്ങനെ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് അത്രയും കേട്ടാ മതി. ഈ ലൈൻ എന്തുവാ പാടിയത്? മഴമേലെ ആത്മാവിൻ തളികയിലെന്നും നല്ല പാതി മലരാവാൻ വന്നു നീ മഴമേഘത്തലമുടിയോടെ എന്നെയൊന്ന് പുണരാനാ. അവിടെ ഞാൻ കേൾക്കുന്നത് നന്നായിട്ട് പാടി മഴമേഘ തലമുടി മേലെ എണ്ണയൊന്നാ കേൾക്കുന്നത്. എന്നെ തലമുടിയിൽ എണ്ണ തേക്കാനോ? അപ്പോൾ ഞാൻ രണ്ടു പ്രാവശ്യം വിചാരിച്ചു, ഇനി മുടിയാകുമ്പോ പിന്നെ എന്നൊക്കെ കുറച്ച് ഇനി നമ്മുടെ ശരത്ത്, ഈ ശരത്തല്ല വയലാർ ശരത്ത് എഴുതിയത് ഇനി ശരിയായിരിക്കും. മഴ തലമുടി മേലെ എണ്ണയൊന്ന് തേച്ചിട്ട് പുണരുമ്പോ നല്ല സുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചു. അല്ല, ഇതിന്റെയൊക്കെ ഉത്തരം ഇപ്പൊ പാറു പറയുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ അവള് പറഞ്ഞിട്ട് മറ്റേ കുയിലും കിളിയാണല്ലോ, അതുപോലെ ഇതാ ഇത് തലമുടി മേലെ എണ്ണയാണല്ലോ. എന്നെ കേട്ടോ. എന്നെ ആ എന്നെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം മെയിനായിട്ട് ശ്രുതി. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു സർ. മാർക്സ് ചോദിക്കാം. ഓക്കെ ചേച്ചി 8.1. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ 10 മാർക്കോ? അല്ല, 10 മാർക്ക് ഒരിക്കലും തരത്തില്ല എന്നാ പറഞ്ഞത്. 8 മാർക്ക് പോയി. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക ഓക്കെ ദേ കിടക്കും. ഓക്കെ. എം ജി സർ ഞാൻ ഒരിക്കലും ഒരു പ്രേമിക്കുന്ന മനസ്സിനെ വിഷമിപ്പിക്കില്ല. കാരണം അവന്റെ രോദനം അവനറിയാം. 8.5. താങ്ക് യു സർ. സോ ടോട്ടൽ 24.6. താങ്ക് യു. ശരത് സർ, സാറ് നമ്മുടെ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് സാറിന് വേണ്ടി ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത് ദാസ് സാർ ആണെന്നുള്ളത്. അതെ. അപ്പൊ അതുപോലെ എം ജി സർ, ഗിരീഷ് പുത്തഞ്ചേരി സാറും എം ജി ശ്രീകുമാർ സാറും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടിലാണ് ഒരുപാട് പാട്ടുകൾ സാർ പാടിയിട്ടുള്ളത്. ഗിരീഷിന് മാത്രമല്ല, ഗിരീഷിന് മുമ്പ് പാടിയിട്ടുള്ള കാവാലൻ നാരായണ പണിക്കർ സാറ്, അതുപോലെ തന്നെ കൈതപ്പുറം, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഗിരീഷ് വരുന്നത്. എങ്കിലും ഞാനും ഗിരീഷുമായിട്ടുള്ള ഒരു ആത്മബന്ധം കുറച്ച് കൂടുതലായിരുന്നു. കാരണം എല്ലാ ദിവസവും കൂടുമ്പോ ഒരുപാട് ഹിറ്റ് സോങ്സും ഉണ്ടല്ലോ. പിന്നെ ഒരു രാത്രി 10 മണിക്ക് ഒരു വിളി വരും, ഉറപ്പാണ്. അതിനകത്ത് ഒത്തിരി തമാശ കേൾക്കാം. ഗിരീഷിൻ്റെതായിട്ടുള്ള ചില പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഒരു എക്സാമ്പിൾ വേണേൽ പറയാം. ചിലപ്പോൾ വെങ്കടേഷ് സാറിൻ്റെ ഇത് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ വെങ്കടേഷ് സാറിന് സ്ഥിരമായിട്ട് ചില പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അതിലൊരെണ്ണം, ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും മാറിയിട്ട് മോഹൻ സിത്താരയാണ് സംഗീതം. അപ്പോൾ ഇത് ഇദ്ദേഹത്തിന് അറിയണം, ഇത് മോഹൻ സിത്താരയാണ് എന്ന് കൺഫേം ചെയ്യണം. അപ്പോൾ എയർപോർട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും എയർപോർട്ടിൽ പോയി. അവിടെ ചെന്ന് ഫ്ലൈറ്റ് കയറാൻ നേരത്ത് എന്താ ശങ്കർ വാളൻകുഴി ഡയറക്ടറുണ്ട്. அந்த சங்கர்வாளன் படம் யார் மியூசிக் இப்போ அது சேஞ்ச் ஆയെന്ന് കേട്ടത്. അപ്പോൾ ഗിരീഷ് പറഞ്ഞാൽ അതിപ്പോൾ മോഹൻ സിത്താരയാണ് പറഞ്ഞു. അങ്ങനെ ഈ ഫ്ലൈറ്റിൽ കയറുന്നു, ഇരിക്കുന്നു. ഇതുപോലെ 4 പേര് സീറ്റിലിരിക്കുന്നു. ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്തു. മദ്രാസിൽ ചെന്നിറങ്ങുമ്പോൾ ഒരു ചെറിയ ജെർക്കുണ്ടല്ലോ ഇങ്ങനെ. അപ്പോൾ ഇവരൊക്കെ ഉറങ്ങി. അപ്പോൾ ഈ ജെർക്കിൽ എണ്ണിക്കുമല്ലോ. എണ്ണിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ഉറങ്ങിയിട്ടില്ല, വെങ്കടേഷ് സാർ. അതെപ്പടി മോഹൻ സിത്താരയ്ക്ക് കിടച്ചാച്ചെന്ന്. അപ്പോഴും ഈ 1 മണിക്കൂർ എങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും മാറിപ്പോയെന്നുള്ള ചിന്തയാണ്. ഇതൊക്കെയാണ് ഗിരീഷ് രാത്രി വിളിച്ച് പറയുന്നത്. മാത്രമല്ല, പാട്ട് എഴുതുന്നതും വെളുപ്പിന് 4 മണിക്കാണ്. പക്ഷെ കാലത്ത് 8 മണിക്ക് പാട്ട് കൈ തരുമ്പോഴത്തേക്ക് നമ്മൾ വായിക്കുമ്പം ഒരു കോമയോ ഒരു ഫുൾ സ്റ്റോപ്പോ ഒരു പുള്ളിയോ ഒരു വള്ളിയോ ഒന്നും മാറ്റണ്ട, കൃത്യമായിരിക്കും. ശരിയാണോ അല്ലേ അണ്ണാച്ചി? പിന്നെ തീർച്ചയായിട്ടും ഒരു അതല്ല, അദ്ദേഹം പാടിയും കേൾപ്പിക്കും. അതെ, കൃത്യമായിട്ട് മനോഹരമായിട്ട് പാടി കേൾപ്പിക്കും ഗിരീഷ് അണ്ണാച്ചി. എത്ര പാട്ടുകൾ എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. എത്ര പാട്ടുകൾ. ആദ്യം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഗിരീഷ് വീടിന്റെ നടയിൽ വന്ന് നിൽക്കുക, ഒരു ഉടുപ്പിന്റെ ഇവിടം വരെ ബട്ടൺസ് എല്ലാം ഊരിയിട്ടിട്ട്. അപ്പൊ ഞാൻ ഏതോ ഒരുത്തൻ എവിടുന്നോ വന്നിരിക്കുന്നു. അപ്പൊ പറഞ്ഞു രാധാകൃഷ്ണൻ ചേട്ടനുണ്ടോ? അപ്പോൾ മുറുക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടനകത്തുണ്ട്, ഇരിക്കുമെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോൾ ഈ ശശിയേട്ടൻ പറഞ്ഞു വിട്ടാണെന്ന് പറഞ്ഞു. IV ശശി ദേവാസുരത്തിന് എഴുതാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ അവിടുന്ന് ചേട്ടൻ്റെ KRV 414 എന്നുള്ള കാറിൽ നേരെ അവിടെ ഒരു ട്രിവാൻഡ്രം ക്ലബ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു കോട്ടേജിൽ പോയിരുന്നിട്ട് ഇവർ രണ്ടിനും കാലത്ത് 10 മണിക്ക് ഇതിൻ്റെ കമ്പോസിങ് തുടങ്ങി. അപ്പോൾ ചേട്ടന് എപ്പോഴും ഒരു
ഇതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ ട്യൂൺ ഇട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല. അണ്ണാച്ചിക്കൊക്കെ അറിയാം. അപ്പൊ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാ. 11:30 ആയിട്ടും എടാ നീ ഒരു 4 വരി എഴുതടാ. ഇങ്ങനെ ആദ്യമായിട്ട് എഴുതാൻ വന്നിരിക്കുക ഗിരീഷ്. ചേട്ടാ ഒരു 2 വരി ഒന്ന് മൂളിത്ത. അവസാനം ചേട്ടന് ഹാർമോണിയൊക്കെ ചെയ്യും. ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഗിരീഷ് എഴുതി കഴിഞ്ഞു. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. അതാണ് ഗിരീഷ്, അതാണ് MG. അല്ല അതാണ് അണ്ണാച്ചി. ഒരു നിവർത്തിയില്ല. അയ്യോ. അപ്പൊ എന്തായാലും നമുക്ക് കോമ്പറ്റീഷനിലേക്ക് പോവാം. യെസ്. So let's welcome Ajal. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പിയോ മേഘനൊമ്പരം. ഏതു വിമുഖ തലങ്ങളിൽ ജീവിത നൗകയിതേറുമോ ദൂരെ ദൂരെയായൻ തീരമില്ലയോ. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പിയോ മേഘനൊമ്പരം. എവിടെ ശ്യാമകാനനരംഗം, എവിടെ തൂവലൊഴിയും സ്വപ്നം. കിളികളും പൂക്കളും നിറയുമിൻ പ്രിയവനും, ഹൃദയം നിറയുമാർദ്രതയിൽ പറയൂ സ്നേഹകോകിലമേ. ദൂരെ ദൂരെയായൻ തീരമില്ലയോ. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പിയോ മേഘനൊമ്പരം. ഉണരൂ മോഹവീണയിലുണരൂ, സ്വരമായി രാഗസൗരഭമണിയൂ. ഉണരുമീ കൈകളിൽ തഴുകുമിൻ കേളിയിൽ, കരളിൽ വിടരുമാശകളാൽ മൊഴിയൂ സ്നേഹകോകിലമേ. ദൂരെ ദൂരെയാ
തീരമില്ലയോ തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ മേഘനമ്പരം ഏതു വിമുഖ തലങ്ങളിൽ ജീവിത നൗകയിതേറുമോ ദൂരെ ദൂരെയായൻ തീരമില്ലയോ തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ മേഘനമ്പരം അജൽ ഹലോ എങ്ങനെയുണ്ടായി? കുഴപ്പമില്ലായിരുന്നു ആണല്ലേ, ചോദിച്ചു നോക്കാം നമുക്ക്. MG സർ. മോനെ സാർ. നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. രസമുണ്ടായിരുന്നു, ഫീലുണ്ടായിരുന്നു. താങ്ക് യു സാർ. തുടക്കത്തില് ശ്രുതി അത് എല്ലാവർക്കും അങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ. തരരിരരാരി തരാരി തരളിതരാവിൽ രാവിൽ മയങ്ങിയോ ആ ഇപ്പോഴുണ്ട്. പഞ്ചമ എവിടാ? മയങ്ങിയോ ഒന്നുകൂടെ കറക്റ്റ്. തരളിതരാവിൽ മയങ്ങിയോ മയങ്ങി മയങ്ങിയോ ആ അടുത്ത് സൂര്യമാനസം ഓക്കെ. എന്തിന് കുറച്ച് ബ്രേറ്റോ കുറയ്ക്കാൻ കേട്ടോ. വഴിയറിയാതെ മദരരിരനാരി വഴിയറിയാതെ വിതുമ്പിയോ താരെ മേഘനൊമ്പരം അടുത്ത് ഏതു വിമുഖ തലങ്ങളിൽ സവാഷ്. ജീവിത നൗകയിതേറുമോ ആ ദൂരെ ദൂരെയായൻ തീരമില്ലയോ ആ കുറച്ച് സ്ലിപ്പായി, കുഴപ്പമില്ല. എന്നാൽ ഇതാണ് എൻ്റെ ഒരു ആ ശ്രുതിയിൽ വരുമ്പോൾ ഉള്ളൊരു സുഖം. പിന്നെ മോൻ പാടുമ്പോൾ ഇപ്പം ഇത് ശരിക്കും ദാസേട്ടനാണല്ലോ പാടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ചെവി കിടക്കുന്നത് എല്ലാവരുടെയും, ഇത് കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും. അപ്പം മോൻ പാടുമ്പോഴത്തേക്ക് ഇത് വിസ്പർ ചെയ്യുന്ന പോലെ ഒരു ഫീൽ ചെയ്യുന്നു. കാരണം അതായത് ചെവിയിലൊരു രഹസ്യം പറയുന്ന പോലെ മെയ്യറി അങ്ങനൊരു ഫീല് വരുന്നത്. പക്ഷേ മോൻ്റെ ബിൽറ്റിൻ വോയിസ് ആയതുകൊണ്ടൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ഒന്ന് ഓപ്പണപ്പായിട്ട് ആ വോയിസ് മോഡുലേഷൻ നടത്താൻ വേണ്ടിയുള്ള കുറച്ച് പ്രയത്നം വേണം. എനിക്ക് തോന്നുന്നു ഇത് കീരവാണി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ലെജൻഡറി മ്യൂസിക് ഡയറക്ടറുടെ ആദ്യത്തെ ചിത്രമാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നത്. കാരണം മമ്മൂട്ടി പടത്തിലാണ് മലയാളത്തിൽ ഒരു ഇൻട്രഡക്ഷൻ വന്നത് കീരവാണിക്ക്. അതും കാരണം ഞാനും മഞ്ജരി ഇപ്പം മമ്മൂക്കയുടെ കൂടെ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു അബുദാബിയിൽ. അവിടെ വെച്ച് ഇങ്ങനെ ഒരു സംസാര മധ്യേ ഇതിങ്ങനെ മമ്മൂക്ക പറഞ്ഞ പോലെ തോന്നി. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്. തെറ്റാണ് ക്ഷമിക്കണം കേട്ടോ പ്രേക്ഷകർ. ഓൾ ദ ബെസ്റ്റ്. ഇതൊന്ന് നോക്ക് കേട്ടോ. കാരണം ഈ നമ്മൾ ഒന്ന് ഓപ്പണപ്പായിട്ട് പാടിയില്ലെങ്കിൽ എത്ര നന്നായിട്ട് പാടിക്കഴിഞ്ഞാലും ഒരു നമുക്ക് ആഹാ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ശബ്ദം വരണം. ബട്ട് യു ആർ എ വെരി ഗുഡ് സിംഗർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക. അജൽ സാർ. വെരി നൈസ് സോങ് സെലക്ഷൻ. ഇപ്പം കീരവാണി സർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനാണ്. ഒരു ഓസ്കർ അവാർഡ് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഒരു മഹത് വ്യക്തി. ലൈഫിൽ അത്രയും പ്രൗഡ് മൊമെന്റ്സ് ഉണ്ടാകുന്നത് വളരെ കുറവാണ്. ഒരു ഓസ്കാർ വേദിയിൽ നമ്മുടെ പാട്ട്, അതായത് ജൂനിയർ NTRഉം പിന്നെ രാം ചരണും, ഇവർ രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്ത ആ ഒരു പാട്ട്, അവിടുത്തെ ഡാൻസേഴ്സ് അവരുടെ ക്രൗഡിൻ്റെ ഇടയിൽ ഡാൻസ് ചെയ്തിട്ട് എല്ലാവരും കൂടെ സ്റ്റേജിൽ കയറിയിട്ട് പെർഫോം ചെയ്യാന്ന് പറയുമ്പം അതിനേക്കാളും വലിയ പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻസിന് അതിലും വലുത് വേറൊന്നും ഇല്ല. അപ്പം അങ്ങനെ വലിയൊരു ഭാഗ്യം നമുക്ക് തന്നതിന് കീരവാണി സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും വെരി ഗുഡ് സോങ് സെലക്ഷൻ അജൽ. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് ഇത് മൊത്തം അജൽ ഒതുക്കിയിട്ടാണ് പാടിയിരിക്കുന്നത്. എനിക്കൊന്ന് ആ വോയിസ് ടെക്സ്ചറിൻ്റെതായിരിക്കാം, കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആവാം. ഈ ഒരു പാട്ട് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ക്ലോസ്ഡ് ആയിട്ടാണ് അജൽ
പാടിയിരിക്കുന്നത്. ഇതിൽ ദാസർ പാടിയിരിക്കുന്നത് ഇത് ഒരു ഡയറക്റ്റ് കമ്പാരിസൺ അല്ല, പാട്ടിൻ്റെ ക്യാരക്ടറാണ് ഞാൻ പറയുന്നത്. ഈ പാട്ടിന് ആ ഒരു ഓപ്പൺനെസ് വേണമെന്ന് എനിക്ക്, ദാസർ അതിന് കൊടുത്തൊരു ഓപ്പൺനെസ് വേണമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതുകൊണ്ട് ഇതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് പാടുന്നതുകൊണ്ട് പല ഭാഗങ്ങളിലും ലിറിക് എന്താണ് പാടുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ കീരവാണി സാർ പല പല ഭാഗങ്ങളിൽ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരാളാണ്. എന്തൊക്കെ അറിയോ പേരുകൾ? അറിയാം സാർ. ആണ്. എന്തൊക്കെയാണ് ആ പേരുകൾ? ഒന്നും മരകത മണി എന്ന പേരിൽ ആ വെരി ഗുഡ്. അതെ. പിന്നെ MM ക്രീം എന്നും ഹിന്ദിയിൽ അറിയാം. MM ക്രീമിന്റെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് നാഗാർജുന ഉള്ളത്. പാട്ട് ഓർമ്മയില്ല സാർ. അയ്യോ എൻ്റെ വമ്പൻ ഹിറ്റ്. വമ്പൻ ഹിറ്റ്. മനീഷ കൊയ്രാളല്ലേ? അല്ല, മനീഷ കൊയ്രാളല്ലേ? അതന്നെ. തുമിലെ അറിഞ്ഞൂടെ? അറിയാം സാർ. എന്താ അപ്പൊ അങ്ങനെ മാസ്റ്റർ പീസസ് ആണ് ഉണ്ടാക്കി വെച്ചേക്കണേ. ഇതടക്കം, ഈ സോങ് അടക്കം. വേറെ എന്തിനാ അധികം പറയണേ? എന്തായാലും വെരി ഗുഡ് സോങ് സെലക്ഷൻ. കുഴപ്പമില്ലാതെ പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സാർ. ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ. യെസ്. കീരവാണി, മരകതമണി, MM ക്രീം, ലെജൻഡറി പേഴ്സൺ. അദ്ദേഹത്തിന്റെ ഗുരു ആരാണ്? അദ്ദേഹം ചെയ്തൊരു പാട്ട് ഞാൻ ചുമ്മാ 2 വരി പാടാം. മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ തന്നനാന് കാലനാന് തീര തീരിട്ട് താന നീനനെ താന നീനനെ താന നാന 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 തനിന് തിനന തനന തിനന് ഏതാണ്? ആരാണ്? അറിയില്ല സാർ. എന്നാ വേറെ ഏതെങ്കിലും അദ്ദേഹം ചെയ്തൊരു പാട്ട്? മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ തന താനിനാനി തരരാരതീരെ. അറിയോ സാർ? രാജാമണി സാർ. 15,000 രൂപ നിനക്കൊരു പോക്കറ്റും കൂടെ തരിക എച്ചോടെ കയ്യിൽ. എന്നോടാ കളി. ഓക്കെ, ശരത് സാർ. അജലേ സാർ. നല്ല പാട്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ അഭിമാനമായ കീരവാണി സ്വാമി ചെയ്ത പാട്ട്. അത് കുറെ സന്തോഷം. എടാ ചെക്ക, സാർ. നിന്റെ വായൊന്ന് കാണണം എനിക്ക്. ഒന്ന് തുറന്നേ. മൈക്ക് മാറ്റടാ ഒന്നൂടെ. കുറച്ച് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. അത് ചേർക്കൊള്ളാം. അപ്പൊ ആ ഓട്ടയൊക്കെ ഉണ്ട്. അത് എന്താ തുറന്ന് പാടാത്ത? അത് നന്നായിട്ട് പാടി സ്കോർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് തന്നെ പാടിയ കേട്ടോ. അത് കുറച്ചും കൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തത്തില്ല നീ കുറച്ച് തുറന്ന് പാടിയാലും. അതെന്താ തുറക്കാത്ത? അറിയില്ല സാർ. അറിയില്ല സാറെന്നോ? തുറക്കണം. ഇനി ട്രൈ ചെയ്യാം സാർ. അതുപോലെ ഒന്ന് രഞ്ജിത്തെ ഒന്ന് ശ്രുതി കൊടുത്തേ. ആ തുടക്കം മാത്രം ഒന്ന് പാടിയേ. തരളിതരാവിൽ അതൊക്കെ ഓക്കെ. പിന്നെ ആ ദൂരെ ദൂരെ ആ ദൂരം ഫീൽ ചെയ്യട്ടെ. രണ്ടാമത്തെ ദൂരത്തിന് ദൂരെ ദൂരെ തീരമില്ലയോ. അതൊക്കെ വൃത്തിയായിട്ട് തീരമില്ലയോ. തീരമില്ലയോ. അത് ഇച്ചിരി കൂടെ ശബ്ദം വരുമ്പോ നമ്മൾ കുറച്ചും കൂടെ സുഖമല്ലേ. നമ്മൾ അതിന്റെ കുറച്ച് വോളിയം കൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമോഷൻ അല്ലല്ലോ നഷ്ടമാകുന്നത് അല്ലേ. നമ്മൾ റേഡിയോ വെച്ച് കേൾക്കാൻ വയ്യെങ്കിൽ നമ്മൾ കുറച്ച് വോളിയം കൂട്ടും, അത്രയല്ലേ ഉള്ളൂ. ഉടനെ പാട്ട് മാറുമോ വോളിയം കൂട്ടുമ്പോൾ? ഇല്ലല്ലോ. അപ്പൊ അതുപോലെ ഉള്ളൂ. നമ്മളത് കുറച്ചും കൂടെ ആകുമ്പം അത് മനസ്സിലാവും. ശരിയായിക്കോണം കേട്ടോ അജലേ. ബാക്കിയൊക്കെ പക്ഷെ ഞങ്ങളൊരു നീ പാടി ഒരു രണ്ടാമത്തെ വരി നമ്മുടെ ഇവിടെ തേടി ഇതിനകത്ത് എങ്ങും അതില്ല. ഞാൻ ഇത് തിരിച്ചൊക്കെ നോക്കുന്നു, അതില്ല. അതെന്ത് പാടിയില്ല. അതോ അത് അറിഞ്ഞിട്ട് വേണ്ടേ? അത് ഇതിനകത്തില്ല. നീ ഒന്നാമത്തെ ചരണം തന്നെ വെച്ച് അലക്കിയോ രണ്ടാമത്? ഇല്ല ഇല്ല. അതൊന്ന് പാടാമോ? ഇപ്പൊ അറിഞ്ഞുകൂടാത്തോണ്ട് ആ ചരണം ഒന്ന് പാടിക്കേ. ഉണരൂ മോഹവീണയിലുണരൂ ഉണരൂ 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 സ്വരമായി സ്വരമായി രാഗസൗരഭമണിയോ പുണരുമീ
കൈകളിൽ ഉണരുമീ കൈകളിൽ പിന്നെ ഇറങ്ങിയത് കൈകളിൽ ഇപ്പോഴും ഇറങ്ങിയ കൈകളിൽ കൈകളിൽ ഇതാണ് എനിക്ക് ഞാൻ പറയാനിരുന്ന സ്ഥലം അത് ചേരുന്നില്ല. അതങ്ങോട്ട് ചേരുമ്പോ അല്ല അതിനൊരു സുഖം വരുന്നത് അല്ലേ? അങ്ങനെ പാടിയാ മതിയോ? ഇപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ പാടിയത്? ഇഷ്ടപ്പെട്ടോ? ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതാ പറഞ്ഞത്, നമ്മൾ മനുഷ്യനാണ് നമ്മൾ. അത് ചേരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ കിട്ടത്തില്ലടാ ചക്കര. അതുകൊണ്ട് പറഞ്ഞ നല്ല പാട്ട്. എന്തൊക്കെയാലും നമ്മുടെ പ്രിയപ്പെട്ട കീരവാണി ഗാരുവിന്റെ പാട്ടെടുത്തുകൊണ്ട് വന്ന് പാടിയതിന് കുറേ സന്തോഷം കേട്ടോ. താങ്ക് യു സർ. ചക്കര റെഡി ആയിക്കോടാ, കുറച്ചും കൂടെ ഒക്കെ തുറന്ന് പാട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി അജൽ മാം എന്ത് പറഞ്ഞു? ഗെയിൻ ഉറക്കെ പാടണം എന്നുള്ളത് അതാണ്. ഇപ്പം ഞാൻ എഴുതി വെച്ചത് എക്സാക്ട്ലി വേർഡ് ടു വേർഡ് ആണ് എം ജി സാർ പറഞ്ഞത്. ആ സ്വകാര്യം പോലെ ഉണ്ടായിരുന്നു പാടുമ്പോൾ. പിന്നെ ഈ വിബ്രാറ്റോ അത് വല്ലാണ്ട് ഇങ്ങനെ ഒതുക്കി പാടുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഈ പാട്ടുകൾ ഒറിജിനലി പാടിയ സിംഗർ പാടിയ രീതി ഒന്ന് ശ്രദ്ധിക്കൂ. ദാസേട്ടൻ ഇങ്ങനെ സ്വകാര്യം പോലെ പാടുന്നത് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ പാടാൻ പറ്റുമല്ലോ. പാടാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ പാടാൻ പറയുന്നത്, അല്ലാതെ മോനെ കൊണ്ട് പറ്റാത്തോണ്ടല്ലോ. സംഗതികളൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടുന്നത്. ഈസി ആയിട്ടാണ്, വാരി വെതറാണ് സംഗതികളൊക്കെ. സൂപ്പർ ആയിരുന്നു അതൊക്കെ. നന്നായി പാടി. ഇതിലാകെ പാടെ ആ ഒരു സ്വകാര്യത അതൊന്ന് മാറ്റണം. കുറച്ചുകൂടി ഒന്ന് ലെവൽ വന്നു കഴിഞ്ഞാൽ ക്ലീനായി. ഓക്കെ, പൊളിക്കണം നമുക്കിനി. ഓക്കെ, താങ്ക് യു ചേച്ചി. അജൽ മാർക്സ് ചോദിക്കാം. എം ജി സർ 8.4. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക സൂര്യമാനസം. ഓക്കെ. ശരത് സർ. അജലേ സാർ 8.5 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി 8.4 മാർക്സ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 25.3. ശരിയാക്കണം. ഓക്കെ, അപ്പോ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസ് നമുക്കൊരു സോങ്സ് ഓഫ് ജോയ് റൗണ്ട് ആവാം അല്ലേ? അല്ലാതെ സോ ലെറ്റ്സ് വെൽക്കം ഹന. Simma, 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 simma. Sisala, 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 tanana. Janaka, janaka, jana baje bayaliya. नाचो रे नाचो नाचो गाओ रे मितवा. ഗുജറാത്തി കാൽ തളകെട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ. പഞ്ചാബി ലഞ്ചി കുഞ്ചും മണവാട്ടി പെണ്ണാണ് ഞാൻ. മയിലാട്ടത്തിൽ കരകാട്ടത്തിൽ ഈ കൊലസിന് തഞ്ചം പോരടി പഞ്ചാര പൂങ്കുയിലേ. ഗുജറാത്തി കാൽ തളകെട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ.
പഞ്ചാബിൽ അഞ്ച് കൊഞ്ചും മണവാട്ടി പെണ്ണാണ് ഞാൻ. നാച്ചോരേ 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 ഗൗരേ ഗൗരേ ഗൗരേ. മഴത്തുള്ളിയായി നാം ഇലത്താളിനുള്ളിൽ നീ തോർന്നു നിൽക്കുമ്പോൾ ഒരു സൂര്യനെ പോൽ അവൻ എന്റെ ഉള്ളിൽ പൊൻപീലി നീട്ടി വന്നു. വിരലൊന്നു തഴുകുമ്പോൾ ഇടം കണ്ണു തുടച്ചെന്റെ ഇടനെഞ്ചിലെന്തോ തുളുമ്പി. രാത്രി വേണം പൂത്തിരി വേണം മുന്തിരി വള്ളിയിൽ ഊഞ്ഞാൽ വേണം. ഒത്തിരി ഒത്തിരി സ്വപ്നം വേണം സ്വപ്നം കൊണ്ടൊരു സ്വർഗം വേണം. ഗുജറാത്തി 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 കാൽത്തള കെട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ. പഞ്ചാബി 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 ലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണ് ഞാൻ. മയിലാട്ടത്തിൽ കരകാട്ടത്തിൽ ഈ കൊലസിന തഞ്ചം പൂരടി പഞ്ചാര പൂങ്കുയിലേ. യാരേ യാരേ യാരേങ്കണ ജനക ജനക ജനകാജ ബായലിയാ. നാച്ചോരേ നാച്ചോ നാച്ചോ ഗൗരേ ഗൗരേ. ജനക ജനക ജനകാജ ബായലിയാ. നാച്ചോരേ നാച്ചോ നാച്ചോ ഗൗരേ ഗൗരേ. ഹന ചേച്ചി സൂപ്പർ. താങ്ക് യു ഇപ്രാവശ്യം തകർത്തല്ലോ. താങ്ക് യു ചേച്ചി. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായില്ലല്ലോ ഇത്തവണ. ഇല്ല. നന്നായി പാടിയല്ലോ. നല്ല കോസ്റ്റ്യൂം. താങ്ക് യു ചേച്ചി. ഡാൻസ് സൂപ്പർ ആയിരുന്നു. താങ്ക് യു ചേച്ചി. എന്താ ഏ? ഒരു സുഖമില്ലാത്ത? നല്ലത് പറഞ്ഞപ്പോ നന്ദി പറഞ്ഞു. നല്ലത് പറഞ്ഞാൽ നന്ദി പറയാം. പക്ഷെ ഹാന ഇങ്ങനെയല്ലല്ലോ പറയാറ്. അല്ലേ? അല്ല അല്ല ഇങ്ങനല്ല. അനെ എനിക്കൊരു സംശയം ഉണ്ടടാ. ആ ഇപ്പൊ പാട്ട് പാടുമ്പോൾ പാടി, ആ. നമുക്കത് സമ്മതിക്കാതിരിക്കാൻ വയ്യ, പാടി. ഉം. പക്ഷെ അത് നമ്മുടെ MG അണ്ണൻ ഉൾക്കൊള്ളാൻ പറ്റിയോ എന്നുള്ള ഒരു ഡൗട്ട്. ചേട്ടാ, നല്ല പണിയനാണ് കേട്ടോ. ഒന്ന് ചോദിച്ചോ, സാർ അതാ എന്റെ നല്ലത്. പാട്ട് ഇഷ്ടമായോ? സാർ എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു മോളെ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പാടിയിട്ടുണ്ട് മോള്. നല്ല ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പാട്ട് നമ്മൾ എളുപ്പത്തിൽ പാടി തീർക്കാൻ പറ്റുന്നതല്ല. കാരണം ഒരുപാട് സ്വരങ്ങളുണ്ട്, പിന്നെ ഇത്തിരി പ്രയാസമാണ്. കുറച്ച് സ്ഥലത്തൊക്കെ മോക്ക് പോയിട്ടുണ്ട്, കുറെ സ്ഥലങ്ങളൊക്കെ അതിമനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. അല്ലേ? അതല്ലേ അതിന്റെ സത്യം? ആ ആണോ? അല്ലേ? അതോ ആണോ? ആണ് അല്ലേ? ആണ് സാർ. ആണ്. അപ്പൊ എവിടൊക്കെയാണ് പോയെന്ന് സ്വന്തമായിട്ട് പറയാൻ പറ്റൂ? ആ, എടുത്തു പറയേണ്ടത് ആ അതെ, എടുത്ത് പറയണ്ടേ. ഇങ്ങനെ എടുത്തിട്ട് പറയൂ. എടുത്ത് പറഞ്ഞോ? നമ്മളെല്ലാവരും പറയേണ്ട എടുത്തു. കാര്യം അതിനകത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഹമ്മിങ് ആണ്. ഏത് പോയതിന്റെ ഹൈലൈറ്റ്? ഏതിന്റെ ഹൈലൈറ്റ്? ഏത് പാട്ട്? ആ ഇപ്പൊ ഏകദേശം അതിന്റെ റൂട്ടിൽ വന്നു. ഞാൻ എടുത്തോണ്ടിരിക്കുക. പറ. സാർ താഴ്ത്തി വെച്ചോ. ആ ശരി. ഞാൻ Such a sweetheart. ഹന പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഹനാനെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞാൻ ഹുനാനെയാണ് പറഞ്ഞോളൂ. അത് പോയി. അതൊരെണ്ണം. അത് ദാദരത് ആ ഒരു സാധനം അത് പോയി. പിന്നെ ലാസ്റ്റില് എന്റെ ഒരു ഹമ്മിങ് ഉണ്ടായിരുന്നു. അതോ? അത് ശരിക്കും അത് ഞാൻ നല്ലപോലെ പഠിച്ചു വന്നായിരുന്നു. പക്ഷെ അത് പക്ഷെ ഇവിടെ അത്രത്തോളം എത്തിക്കാൻ പറ്റിയില്ല. ഭയങ്കര ഡ്രൈ ആയിപ്പോയി. അതെ, അത്രേ ഉള്ളു. പിന്നെ ഈ എന്തോ കരകാട്ടത്തിൽ അത് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ആ ഇപ്പൊ വന്ന് വീണു. വെരി ഗുഡ്, വെരി ഗുഡ്. അതുപോലെ അനുപല്ലവിയിലും ചരണത്തിലെ ഒരു പ്ലേസ് ഉണ്ടായിരുന്നു, സ്വപ്നം. അവിടെ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. പിന്നെ അക്ഷരങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സ്ഫുടം ചെയ്തെടുക്കണം. സ്ഫുടം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ?
കുറച്ചുകൂടെ പോളിഷ് ചെയ്ത് എന്തിട്ട് വായിട്ട് പോളിഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതായത് ഇതിന്റെ വരികളുണ്ടല്ലോ. ആടാനൊരുങ്ങുമ്പോൾ എനിക്കിന്ന് മുന്നിൽ അലങ്കാര പൂപ്പന്തൽ. പറഞ്ഞേ. ആടാനൊരുങ്ങുമ്പോൾ ഒരുങ്ങുമ്പോൾ ആ എനിക്കിന്നു മുന്നിൽ അലങ്കാര പൂപ്പന്തൽ. കറക്റ്റ്. അടുത്തത് കാലൊന്നനങ്ങുമ്പോൾ അങ്ങനല്ല, കാലൊന്നനങ്ങുമ്പോൾ ഒരു കാലം മാത്രം. കാലൊന്നനങ്ങുമ്പോൾ മലർ തേരിറങ്ങും. അയ്യോ അത്രയും വേണ്ട. തേരിറങ്ങും അനുരാഗ പൂത്തിങ്കൾ. എന്തിനാ ചെറുതാക്കുന്നേ? പൂവിനെ ചെറുതാക്കണ്ട. അനുരാഗ പൂത്തിങ്കൾ. നിൽക്കാത്ത വേളയിൽ എങ്കിൽ ശരി. നീയല്ലേ എഴുതുന്ന ഇത്? അങ്ങനല്ലേ എനിക്ക് വായിക്കാൻ പറ്റൂ. നിലയ്ക്കാത്ത വേളയിൽ നിലയ്ക്കാത്ത വേളയിൽ നടനം തുടങ്ങുമ്പോൾ ഇനിയൊന്നു കൂടാമോ. അങ്ങനൊക്കെയാണ് വരുന്നത്. മേന്നാണ് എഴുതിയിരിക്കുന്നത്. കൂടാമോന്നാണോ മേന്നാണോ? എനിക്ക് എന്തായാലും കണ്ട കേട്ടോ. പിന്നെ അത്ര വേണം, ഇത്ര വേണം, പത്തരമാറ്റിന് പൊന്നും വേണം, പുത്തര, ഇങ്ങനെ ഇത്തിരി കിടക്കാണ്. അതിനൊരു ക്ലാരിറ്റി വേണം, അത്ര കേട്ടോ. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. പിന്നെ അതിന്റെ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ കാണിച്ചത് അതിമധുരം. ഇത് കൂടുതൽ ഞാൻ വല്ലതും പറയണോ? ഇത്ര മതിയോ? പിന്നെ ഡ്രസ് സൂപ്പർ. നല്ല മനോഹരിയായിരുന്നു. നല്ല മൊഞ്ചുള്ള ഒരു മൊഞ്ചത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഹനു എന്ന് വിളിച്ചോട്ടെ? ഹനു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹനു, മൈ ഡിയർ ഹനു. സൂപ്പർ. ശരത് സർ ബൗളെടുത്ത് പറയുകയാണെങ്കിൽ ഹന നന്നായിരുന്നു. കുറച്ച് അവിടെ ഇവിടെ അറ്റകുറ്റപ്പണി നടത്തേണ്ട സംഭവങ്ങളുണ്ട്. പിന്നെ ഇപ്പോ കൈവിട്ട് പോയത് പാടി കേൾപ്പിച്ചു. പിന്നെ ലാസ്റ്റ് ആലാപങ്കി എത്തിയല്ലോ, നമുക്കൊന്ന് എത്തിച്ചാലോ? പഞ്ചമവും ഷഡ്ജവും കുറച്ച് ഫ്ലാറ്റ് ആയിപ്പോയി, അത്രേ ഉള്ളൂ. ബാക്കി നമ്മൾ സഹിച്ചു. കാര്യം നല്ലൊരു പാട്ടുകാരിയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. കാര്യം നീ ഇങ്ങനെ സംസാരിക്കുന്നതന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. ഇതിങ്ങനെ നമ്മളെയൊക്കെ അന്തം പിടിപ്പിക്കുന്ന ഡയലോഗുകളാണ് മുടി ഇങ്ങോട്ട് അടിച്ചു തരുന്നത്. അണ്ണം വരെ ഞെട്ടിപ്പോയി. അത്രേ ഉള്ളടാ. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി ഹനപ്പെണ്ണേ, ഡീറ്റെയിൽസ് വല്ലതും പറഞ്ഞോ? ഈ പാട്ടിന്റെ ഡീറ്റെയിൽസ് അത് പറ. പുലിവാൽ കല്യാണം എന്ന് പറയുന്ന മൂവിയിലെയാണ്. ഇത് എഴുതിയത് കൈതപ്രം സാറാണ്. മ്യൂസിക് ചെയ്തത് ബർണി ഇഗ്നീഷ്യസ് സാറാണ്. പാടിയത് ജോൾസ്റ്റ മാമും പിന്നെ വിധു പ്രതാപ് സാറുമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണ് ഇത്. ഹന കൊണ്ടുവന്നപ്പോ ഞാൻ വിചാരിച്ചു 2 പേര് പാടുന്ന പാട്ടല്ലേ അല്ലേ? അത് ഇത് കഷ്ടമാണ് ഇങ്ങനെ നിന്ന് പാടാൻ. അസലായി പാടി. എന്തായാലും ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മോൾക്ക് അറിയാം എവിടെയൊക്കെയാണ് പ്രശ്നം വരുന്നത്, എന്തൊക്കെ കറക്റ്റ് ചെയ്യണം. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ അല്ലേ? അപ്പൊ അതൊക്കെ ഇനി ഒന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ലെവലിലേക്ക് എത്താം. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു ചേച്ചി. ഷാനിക, ഹനയുടെ സിംഗിങ്ങിനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ ഹന പാടി. നന്നായിട്ട് ചേരുന്നു. അത് ഗുജറാത്തി പെണ്ണല്ല, അപ്പം ഗുജറാത്തി പിച്ചക്കാരനെന്ന് വിചാരിച്ചെന്ന് തോന്നാണ്. ഒരു ബിസ്ക്കറ്റ് എടുത്ത് തിന്നിട്ട് പോടേ. ഹന, കാര്യങ്ങളൊക്കെ എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞല്ലോ. മോൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ.
എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ തവണ പാത്തോസിൽ സംഭവിച്ചതൊന്നും ഇത്തവണ സംഭവിച്ചിട്ടില്ല. അത് വലിയ ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരുവിധം ഒരുപാട് ഭാഗങ്ങളിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഹന പാടിയിട്ടുണ്ട്. ഹന അത് പാടുന്നതിനേക്കാളും കൂടുതൽ ഹന സംസാരിക്കുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ്. ഹന എന്തും ആയിക്കോട്ടെ, ഇപ്പൊ അച്ചടി ഭാഷ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ആ അച്ചടി ഭാഷ കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഭയങ്കര സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് കൃത്യമായിട്ടാണ് ഹന കാര്യങ്ങൾ പറയുന്നത്. അത് ഡെഫിനറ്റ്ലി അത് കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ മോളെ, നന്നായിട്ട് തന്നെ പാടി, നല്ല എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി 8.5. താങ്ക് യു ചേച്ചി. ശരത് സർ. ഹന ഓൺലി 8.5 മാർക്സ്. ഷാനിക. ഓക്കെ. എംജി സർ. ഇവർ രണ്ടുപേരും 8.5 എനിക്ക് ഒന്നുകൂടെ കൂടുതൽ ഒരു ആഗ്രഹം. ഒന്നോട്ടെ, പ്രശ്നമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല. ഇല്ല. 8.6. Okay, so total 25.6. Good. Okay, bye. Okay.